ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തശ്ശനും പിന്നെ വസുന്ധര അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണിയോട്. അമ്മോളെ, ഇപ്പോൾ നിനക്ക് സുഖമൊക്കെ അല്ലേ? ആ സുഖം മുത്തശ്ശ. ഞാനിപ്പോൾ ജോലിയും കാര്യങ്ങളുമായിട്ട് ഭയങ്കര തിരക്കിലുമാണ്. പിന്നെ പുതിയൊരു കമ്പനിയുടെ പിന്നാലെയാ. അറിയാം മോളെ, ആദർശ് മോനെല്ലാം പറഞ്ഞു. എന്തായാലും മോൻ്റെ അച്ഛനും മോളുടെ ആങ്ങളെയും ഒക്കെ കൂടെ ചേർന്ന് മോളുടെ കാലിൽ വന്ന് വീഴും. അങ്ങനെ ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് അത് ചോദിക്കാനല്ല മോളെ, എനിക്കൊരു കാര്യം അറിയണം. നയനമ്മളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാവോ? അത് കേട്ടതും നമ്മുടെ കല്യാണി നയനയോടോ, നയന ഇവിടെ ഇല്ലല്ലോ മുത്തശ്ശ. നയന അവിടെ ഇല്ലേ ചോദിച്ചപ്പോൾ മോളെ കാണാൻ വന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇല്ല മുത്തശ്ശ, അവളെന്നെ കാണാൻ വന്നിട്ടില്ല. ഞാൻ അവളെ കണ്ടിട്ടും കുറച്ച് ദിവസമായി. അത് കേട്ടതും മുത്തശ്ശനാകെ ടെൻഷനായി. ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്തു. ഈ സമയം കല്യാണി ആലോചിക്കുക എന്തായിരിക്കും പറ്റിയത് എന്നും. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ വസുന്ധരാമ്മയോട്, വസുന്ധരെ, ഇതുവരെ നയനമോള് കല്യാണിയെ കണ്ടിട്ടില്ല. നയനമോള് കല്യാണിയെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അത് കേട്ടതും വസുന്ധരാമ്മയ്ക്ക് പേടിയായി. അയ്യോ, അങ്ങനെയാണെങ്കിൽ മോൾക്ക് എന്തെങ്കിലും അപകടം? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. നമ്മളോടെന്തോ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വണ്ടി തിരിച്ചുവിട്, നമുക്കൊന്നുകൂടെ നയനമോളുടെ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും നേരെ നയനയുടെ വീട്ടിലേക്ക് പോവുക. ഈ സമയം കനകയും ഗോവിന്ദനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ ഗോവിന്ദേട്ടാ, നവ്യമോളിപ്പോൾ വിളിച്ചതേ ഉള്ളൂ. അവൾക്കിപ്പോൾ നയനയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ആദ്യമൊക്കെ നയനയെന്ന് വെച്ചാൽ അവൾക്ക് വെറുപ്പായിരുന്നു. നയനയെ ഒന്ന് സ്നേഹിക്കുക പോലും ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ നയനയെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ഗോവിന്ദേട്ടാ? അതെ, നമ്മുടെ മക്കൾ 3 പേരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് പോകുന്നത് കാണാൻ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് കനകെ. എന്തായാലും മനസ്സിന് സമാധാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ്റെ കാറ് വന്ന് അവിടെ നിൽക്കുക. മുത്തശ്ശൻ്റെ കാറ് കണ്ടതും നമ്മുടെ ഗോവിന്ദനും കനകയും ആകെ ഞെട്ടിപ്പോയി. ഈശ്വര, പോയവരെന്താ തിരിച്ചു വരുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പതുക്കെ എഴുന്നേക്കുവാണ്. ഈ സമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും തിരിച്ചു വന്നതുകൊണ്ട് കനക ചോദിക്കുക, അല്ല എന്താ മൂർത്തി സാറേ പോയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നേ? അത് കേട്ടതും ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളെ ഒന്ന് കാണണം. അത് കണ്ടിട്ടേ പോകുള്ളൂ എന്ന് തീരുമാനിച്ചാണ് വന്നത്. അതുകൊണ്ടാണ് പോയിട്ട് തിരിച്ചു വന്നേ. അത് കേട്ടതും അതിന് നയനമോള് വരാൻ വൈകുമല്ലോ സാറേ, അതുകൊണ്ട് നിങ്ങളെന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നേ? അത് കേട്ടതും സാരമില്ല, മോള് വരുന്നത് വരെയും കാത്തിരിക്കാൻ ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. മോള് വന്നിട്ട് മോളുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് അവളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടേ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഗോവിന്ദ്, അയ്യോ കല്യാണി മോളെ കാണാത്തതുകൊണ്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം കാണുന്നതുകൊണ്ട് അവരൊരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ സാറേ എന്നും. ഗോവിന്ദ്, സാരമില്ല ഗോവിന്ദ്, ഞങ്ങൾ വരുമ്പോൾ മോള് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിച്ചാൽ മോൾ ഉറപ്പായിട്ടും ഞങ്ങളോടൊപ്പം കഴിക്കും. അവൾക്ക് ഞങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് കേട്ടതും ഈശ്വര, പണി കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മുടെ ഗോവിന്ദ്, സാറ് അത്ര നേരം ഇരുന്ന് ബുദ്ധിമുട്ടുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞല്ലോടോ, ഞങ്ങളുടെ കൊച്ചുമരുമക്കളിൽ ഏറ്റവും ഇഷ്ടം ഞങ്ങൾക്ക് നയനമോളയാണ്. അതുകൊണ്ട് നയനമോളെ ഇത്തിരി നേരം കാത്തിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും പറയാണ്. അത് കേട്ടതും ദൈവമേ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കനകയും ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും, എന്താ കനകെ, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല, നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് അതുപോലെ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല സാറേ. പിന്നെ നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടാക്കി തരണമല്ലോ, അതുകൊണ്ട് ആലോചിച്ചതാ. അത് കേട്ടതും ഞങ്ങൾക്ക് സ്പെഷ്യലൊന്നും വേണ്ട, കനകയും നയനമോളും എന്തുണ്ടാക്കിയാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എന്തെങ്കിലും മതി, ഞങ്ങൾ കഴിച്ചോളാം എന്നും മുത്തശ്ശൻ. അത് കേട്ടതും ഇവർക്ക് രണ്ടുപേർക്കും ടെൻഷനായി. അതെ, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, നയനമോള് കല്യാണിയെ കാണാൻ പോയിട്ടില്ല. എന്തായാലും നയനമോൾ എവിടെ പോയെന്ന് ഞങ്ങൾക്കറിയണം. അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നത്. അപ്പോൾ കനക ഞെട്ടി. ഈശ്വര, എല്ലാം അറിഞ്ഞിട്ടാണല്ലോ മൂർത്തി സാറിൻ്റെ വരവ്. അപ്പോൾ മൂർത്തി സാറ് ഗോവിന്ദനെ തുറച്ചു നോക്കുക. എന്താ സാറേ ഇങ്ങനെ നോക്കുന്നേ? കള്ളം പറഞ്ഞതുകൊണ്ട്. എന്തിനാ ഞങ്ങളോട് കള്ളം പറയുന്നത്? ഞങ്ങളോട് കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉള്ളത്? ഞങ്ങൾക്ക് നയനമോളെ കാണണം, കാണാതിരിക്കാൻ പറ്റില്ല. എത്രയൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾ ഒരക്ഷരം പറയാതെ ഇങ്ങനെ മാറി നിന്നതാ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്തായാലും നയനമോളെ പോലെ നിങ്ങളും കള്ളം പറയില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ നിങ്ങളും ഇപ്പോൾ ഭയങ്കരമായിട്ട് കള്ളം പറയുന്നുണ്ട്. സാറ് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും
എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട, എനിക്ക് നയനമോളെ കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വസുന്ധരയും മുത്തശ്ശനും കൂടെ അങ്ങ് പറയുക. അത് കേട്ടതും കനക വാ സാറേ എന്നും പറഞ്ഞ് മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവാം. അപ്പം നയന നന്ദുവിനെയും താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അത് കണ്ടുകൊണ്ട് വന്ന മുത്തശ്ശനും മുത്തശ്ശി ഞെട്ടിപ്പോയി. അയ്യോ മോളെ എന്താ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നേ, മോൾക്ക് വല്ല അസുഖമുണ്ടോ എന്നും നമ്മുടെ വസുന്ധര കരഞ്ഞുകൊണ്ട് ചോദിക്കുക. ഒപ്പം മുത്തശ്ശനും എന്താ മോളെ എന്തു പറ്റി, മോളെന്തിങ്ങനെ ഇങ്ങനെ തളർന്നു വരുന്നേ, മോൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയോ, എന്തിനാ അത് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് എന്നും ചോദിച്ചുകൊണ്ട് രണ്ടുപേരും ടെൻഷൻ അടിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പം കനക മോളെ ഇനിയൊന്നും മുത്തശ്ശനോട് മോൾ മറച്ചു വെക്കണ്ട, എല്ലാം തുറന്ന് പറയും മോളെ. എന്താ കനകെ എന്തു പറ്റി, മോൾക്ക് എന്തെങ്കിലും മാരകമായ അസുഖമുണ്ടോ? ഇല്ല സാറേ, എൻ്റെ മോൾക്ക് ഒരസുഖവും ഇല്ല. എൻ്റെ മോള് അവളുടെ അമ്മായിയമ്മയെ ചെറുതായിട്ടൊന്ന് സഹായിച്ചതാ. അത് കേട്ടതും മുത്തശ്ശൻ ബ്ലഡ് കൊടുത്തതിനെ കുറിച്ചാണ് മുത്തശ്ശൻ ആലോചിക്കുന്നത് കേട്ടോ. ബ്ലഡ് കൊടുത്തതല്ലേ, അത് ഞങ്ങളൊക്കെ അറിഞ്ഞതാണല്ലോ. പിന്നെ ബ്ലഡ് കൊടുത്തു എന്ന് കരുതി ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് സഹായമോ കനകെ നയനമോള് ദേവയാനിക്ക് വേണ്ടി ചെയ്തത്? അത് പിന്നെ നയനമോളുടെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി അവളാണ് കരൾ ദാനം ചെയ്തത്. അത് കേട്ടതും മുത്തശ്ശൻ ഞെട്ടി. മുത്തശ്ശി വായിൽ കൈവച്ച് ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക. ഈശ്വര, എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? ജീവിക്കേണ്ട വയസ്സിൽ നിനക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതെല്ലാം നീ അവൾക്ക് ദാനമായി കൊടുത്തോ? അത് കേട്ടതും ഇല്ല മുത്തശ്ശി, അങ്ങനെയുള്ള ദാനമൊന്നും അല്ല ഞാൻ ചെയ്തത്. പിന്നെ എന്താ നീ ചെയ്തത് ദേവയാനിക്ക് നീ ചെയ്ത ത്യാഗമായത്. എൻ്റെ മോളെ, നിന്നെ അവൾ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെയൊരു കാര്യം നീ ചെയ്തത്? അത് മുത്തശ്ശ, ഇത് ത്യാഗമല്ല, എൻ്റെ കടമയാ. എൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത എൻ്റെ കടമ. അത് കേട്ടതും ഈശ്വര, എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും ഇത് എന്നോട് ആദർശും ജയനും ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാനാ മുത്തശ്ശ പറയണ്ടെന്ന് പറഞ്ഞത്. ഇതൊക്കെ സംഭവിച്ചിട്ട് കള്ളം പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുവല്ലേ? ആദർശ് ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നതുവരെ ഇവിടെ നിൽക്കുമെന്നും പറഞ്ഞ്. അത് പിന്നെ മുത്തശ്ശ, കരൾ കൊടുത്ത കാര്യം ആർക്കും അറിയില്ല. അവിടെ അതറിയാൻ പാടില്ലാത്ത പലരും ഉണ്ട്. ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ലല്ലോ മുത്തശ്ശ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മോളെ, നീ കരൾ കൊടുത്ത വിവരം ദേവയാനിക്ക് അറിയോ? ഇല്ല മുത്തശ്ശ, അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഞാൻ കൊടുക്കുന്ന ദാനം സ്വീകരിക്കില്ലല്ലോ മുത്തശ്ശ, അതുകൊണ്ടാണ് പറയാത്തത്. അത് കേട്ടതും ഇത് ദൈവനിശ്ചയം മോളെ, ദൈവം അവൾക്ക് കൊടുത്ത ശിക്ഷയാണത്. നിന്നെ അംഗീകരിക്കാത്ത, നിന്നെ വെറുത്തൊതുക്കിയ അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷ. നാളെ എല്ലാം അറിയുന്ന ദേവയാനി തുന്നിക്കെട്ടിയ കരളെടുത്ത് മാറ്റാൻ പറയില്ലല്ലോ. അതുകൊണ്ട് ഇനി ഇത് മതി ഞങ്ങൾക്ക് ദേവയാനിയെ ഒരു മൂലക്കിരുത്താൻ. വേണ്ട മുത്തശ്ശ, അങ്ങനെ വാശിയൊന്നും കാണിക്കണ്ട. അമ്മ എന്നെ എപ്പോൾ സ്നേഹിക്കുന്നോ അപ്പം സ്നേഹിച്ചോട്ടെ, എനിക്ക് സങ്കടമൊന്നുമില്ല മുത്തശ്ശ. എൻ്റെ അമ്മായിയമ്മയ്ക്ക് കുഴപ്പമൊന്നും കൂടാതെ തിരിച്ചു വന്നല്ലോ, അത് മതി എനിക്ക്, അത് മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന കരയുക. അത് കേട്ടതും മുത്തശ്ശി പോയി നയനയെ ആശ്വസിപ്പിച്ചു. എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത്? മുത്തശ്ശിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ കാണാതെ കുറച്ച് ദിവസം ഇരുന്നിട്ട് തന്നെ മുത്തശ്ശി ആകെ വിഷമിച്ചു, മുത്തശ്ശനും. എന്നിട്ട് മോള് ഞങ്ങളോട് എന്തിനാ കള്ളം പറഞ്ഞത്? അത് പിന്നെ അമ്മയുടെ അസുഖം തന്നെ നിങ്ങളാകെ തകർത്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇനി ഞാനും കൂടെ ഇങ്ങനെ ചെയ്തു എന്നറിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുമെന്നറിയാം. അതുകൊണ്ട് മാത്രമാണ് പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും ഗോവിന്ദ് വന്നു. സാറ് എല്ലാം അറിഞ്ഞു ഗോവിന്ദ്, സാർ എന്നോട് ക്ഷമിക്കണം. കള്ളം പറഞ്ഞതിന് എന്തിനാടോ ക്ഷമ ചോദിക്കുന്നേ? സത്യം പറഞ്ഞാൽ ക്ഷമ ചോദിക്കേണ്ടത് ഞങ്ങളല്ലേ? തൻ്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇപ്പം ഞങ്ങളല്ലേ? അവൾ കരൾ പകത്ത് നൽകിയത് എൻ്റെ മരുമോൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറയാണ്. അത് കേട്ടതും അത് പിന്നെ അവൾ നിർബന്ധിച്ച് വാശിയോട് ചെയ്തതല്ലേ. ആ അനാമിക എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, ദേവയാനി തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നവൾ, അവൾക്കും അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നല്ലോ. എന്നിട്ട് അവൾക്ക് എന്താ കൊടുത്താൽ? അവൾ ബ്ലഡും കൊടുത്തില്ല, കരളും ദാനം ചെയ്തില്ല. സാരമില്ല മുത്തശ്ശ, അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് പക്വതയൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവൾ പേടിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ മുത്തശ്ശ. പക്വതയില്ല പോലും. അതെ, പക്വതയില്ല. എന്നാൽ പക്വതയില്ലാത്തവളെയാണ് ദേവയാനി തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നത്. എന്നാൽ പക്വതയുള്ള മരുമകളെ ദേവയാനി ഒന്ന് സ്നേഹിക്കുക പോലും ചെയ്യുന്നില്ല. അതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട്
നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഗോവിന്ദേ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതുപോലൊരു മകള് നിങ്ങൾക്ക് ജനിച്ചത് നിങ്ങളുടെ പുണ്യമാണ്. അതുപോലെ ഞങ്ങൾക്ക് മരുമകളായി കിട്ടിയത് ഞങ്ങളുടെയും പുണ്യമാണ്. ഇനി തൻ്റെ മോൾക്ക് ഒരു കുഴപ്പം അനന്തപുരിയിൽ ഉണ്ടാവില്ല. ദേവയാനി അല്ല, മറ്റാരെങ്കിലും ആണെങ്കിൽ പോലും അവളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇനി ഞാനും താനൊന്നും ആയിരിക്കില്ല ഇവൾക്ക് രക്ഷയായിട്ടുണ്ടാവുന്നത്. ജയനും ആദർശമോനും ആയിരിക്കും. അതെ, അവർക്കൊരിക്കലും ഇനി നയനമോളെ കൈവിടാൻ കഴിയില്ല. നയനമോളില്ലാതെ ഒരു ജീവിതം അവർക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഗോവിന്ദനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം സമാധാനത്തോടെ നയനയും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ജയേട്ടാ, ഇതുവരെയും ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അവളുടെ ഫോട്ടോ എങ്കിലും ഒന്ന് എടുത്തു വയ്ക്കായിരുന്നില്ലേ? ഫോട്ടോ എടുക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ദേവയാനി. പിന്നെ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്? എന്തായാലും ഇനിയിപ്പോൾ ഫോട്ടോ എടുത്തേണ്ട ആവശ്യമില്ലല്ലോ. തൻ്റെ മുറിവൊക്കെ കരിഞ്ഞുണങ്ങാൻ കുറച്ച് ദിവസം പിടിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ആ പെൺകുട്ടിയെ നേരിട്ട് ചെന്ന് കാണാം. എന്തായാലും ആ പെൺകുട്ടിയോട് ഒരുപാട് നന്ദി പറയണം എന്നെ സഹായിച്ചതിന്. ആ കുട്ടി സഹായിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വന്നായിരുന്നു. ഒരുപാട് വലിയ കാര്യമാണ് ആ കുട്ടി നമുക്ക് വേണ്ടി ചെയ്തത്. ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തേ പറ്റും ജേട്ടാ. പക്ഷേ ആ നയന എന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾ ആദർശിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ എനിക്ക് പകുതി സമാധാനവും ഇല്ല, മുഴുവൻ സമാധാനവും കിട്ടും. അത് കേട്ടതും നയനയെ ആദർശിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിച്ച് വിട്ടിട്ട് നിനക്കെന്ത് സമാധാനമോ ദേവയാനി കിട്ടാൻ പോകുന്നേ? അവൾ ആരെയും സ്നേഹിക്കാത്തവളാ, ഒരാളെയും സ്നേഹിക്കാൻ കൂട്ടാക്കാത്തവളാ. അവളെപ്പോലൊരു ദുഷ്ട ഈ ലോകത്ത് വേറെ ഇല്ല. അത് കേട്ടതും അത് നിൻ്റെ വെറും തോന്നലാ ദേവയാനി. നയനമോളല്ലാതെ മറ്റൊരു മരുമകൾ നമുക്ക് വന്നാൽ അത് ഏറ്റവും വലിയ പരാജയമായിരിക്കും നമുക്ക്. നയനമോള് നമുക്ക് ദൈവം തന്ന പുണ്യമാണ്. ആ പുണ്യത്തെ നമ്മൾ കളഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അനുഭവിക്കും, വേദനിക്കും. അത് കേട്ടതും എൻ്റെ ഈശ്വര, ദേ തുടങ്ങി നയനപുരാണം. എന്നോടൊന്നും പറയണ്ട അവളെക്കുറിച്ച്, എനിക്കിത് കേൾക്കുകയും വേണ്ട. എന്തായാലും ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോൾ അവളെന്നെ കാണാൻ വന്നില്ലല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. എന്തായാലും അവൾ വരാതിരിക്കട്ടെ, അതാണ് ആശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പ്രാഗിക്കൊണ്ടേ നയനെ. ഇതെല്ലാം കേട്ടിട്ടും ജയന് ചൊറിഞ്ഞു കയറുന്നുണ്ട്. പറയാമെന്ന് വായ തുറക്കുന്നുണ്ട്. പക്ഷേ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ജയം മിണ്ടാതിരിക്കുന്നത്. ഈ സമയം ആദർശ് വരിക. ജയേട്ട നോക്ക്, ഇവനെ കാണുമ്പോൾ എനിക്ക് സങ്കടം കൂടി വരിക. ഇവൻ അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എന്തിനാ ദേവയാനി ഇങ്ങനെയൊക്കെ പറയുന്നത്? നയന ഇതിനു വേണ്ടും നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിനക്ക് ചിലപ്പോൾ വേറൊരു മരുമകളെ ഈ ജന്മത്തിൽ കിട്ടുമായിരിക്കും. എന്നാൽ ഒരിക്കലും എൻ്റെ ആദർശമോന് വേറൊരു ഭാര്യ ഉണ്ടാവില്ല. കാരണം അവൻ അത്രയ്ക്ക് നയനയെ ഹൃദയത്തിൽ കണ്ടു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ മരുമോളെ ഒരിക്കലും ആദർശം വിട്ട് കളയില്ല ദേവയാനി. നീ അതും കണക്കുകൂട്ടിയോടെ കിടക്കണ്ട എന്നും പറഞ്ഞ് ജയം വഴക്കു പറയാം. ഈ സമയം ജയൻ്റെ വാക്കുകൾ കേട്ടതും നമ്മുടെ ആദർശ് അങ്ങോട്ട് വരിക. എന്തായി മോനെ? അത് പിന്നെ അച്ഛാ, ഞാനൊന്ന് വീട് വരെ പോവുക. മുത്തശ്ശൻ വിളിച്ചായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്കും എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും അറിയില്ല അച്ഛാ, അവിടെ ചെന്നാലേ അറിയൂ. എന്തായാലും ഞാനൊന്ന് ചെല്ലട്ടെ, എന്താ കാര്യമെന്ന് അറിയാലോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി മുത്തശ്ശൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ല. സാരമില്ല, എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. ശരി മോനെ, പോയിട്ട് വാ. എൻ്റെ അനാമിക മോളെ പുറത്താക്കാനുള്ള അടുത്ത വല്ല പ്ലാനും ഉണ്ടാക്കിയിട്ടുണ്ടാവോ എന്തോ? അതൊന്നും ആയിരിക്കില്ലമ്മേ, ഞാനൊന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങ് പോവുക. അപ്പം മുത്തശ്ശനും മുത്തശ്ശി സംസാരിക്കുകയാണ്. ഇനി ഇതിനുള്ള പരിഹാരം കാണണം. എന്ത് പരിഹാരം? നയനമോള് കരൾ കൊടുത്തേനോ? അല്ല വസുന്ധരെ, നയനമോള് കരൾ കൊടുത്തത് പോലും അറിയാതെ നയനമോളെ ഇപ്പോഴും പ്രാഗിക്കൊണ്ടിരിക്കുന്ന ദേവയാനി. അവളുടെ സ്വഭാവം മാറാൻ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഇതൊക്കെ അവൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. അതുപോലെ മനസ്സിലാക്കാതെയാ അവൾ വീണ്ടും നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ആദർശ് വരിക. മുത്തശ്ശി എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അത് പിന്നെ മോനെ, ഞങ്ങൾക്ക് കാണണം. ദേവയാനിക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ ഞങ്ങൾക്ക് കാണണം. അത് കേട്ടതും നമ്മുടെ ആദർശ്, ഈശ്വര പണി കിട്ടിയല്ലോ. അത് പിന്നെ മുത്തശ്ശ, ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കുന്നുണ്ട്, വിസിറ്റേഴ്സിനെ അനുവദിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് പോയില്ല മോനെ, കുറച്ച് ദൂരെ നിന്ന് കണ്ടോളാം. ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി ആ നല്ല പെൺകുട്ടിയെ. പിന്നെ ആ പെൺകുട്ടിയുടെ പേരെന്താ മോനെ? അതല്ലേ മുത്തശ്ശ അതിശയം. എന്തതിശയം? ആ പെൺകുട്ടിയുടെ പേര് നിൻ്റെ പേരാണോ? അല്ല മുത്തശ്ശ, ആ പെൺകുട്ടിയുടെ പേരും നയന എന്ന് തന്നെയാ. ആണോ? അപ്പം ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ പേരോ?
ഭർത്താവിൻ്റെ പേര് എന്താടാ? അത് നിൻ്റെ പേരാണോ? ആദർശ് എന്നാണോ ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ പേര്? അല്ല മുത്തശ്ശ, ഏതാണ്ട് എൻ്റെ പ്രായമൊക്കെ തന്നെയാണ് ആ ചെറുപ്പക്കാരന്. ഓ അങ്ങനെയാണോ? അല്ല അവർക്കെന്താ ജോലി? ജോലി അത് പിന്നെ ജോലിയൊന്നും ഇല്ലേ? അത് മുത്തശ്ശ, അത് പിന്നെ ജോലിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറിയിൽ അയാൾക്കൊരു ജോലി കൊടുക്കണം മോനെ. അത് മാത്രമല്ല, ആ പെൺകുട്ടി സുഖമായി തിരിച്ചു വരുമ്പോൾ അതിന് താല്പര്യമുണ്ടെങ്കിൽ അതിനൊരു ജോലി കൊടുക്കണം. ആ അത് കേട്ടതും നമ്മുടെ ആദർശം നിന്ന് വേർക്കുക. എന്താടാ, എന്താ നീ ഇങ്ങനെ നിന്ന് വേർക്കുന്നേ? ഏയ് ഒന്നുമില്ല മുത്തശ്ശ, വേർക്കണ്ടടാ മോനെ. ഞങ്ങൾ കണ്ടേച്ചാ വരുന്നേ. ആ പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ നയനമോളെ, ദേവയാനിക്ക് കരള് പകത്തു നൽകിയ ഞങ്ങളുടെ നയനമോളെ എന്തിനാടാ ഞങ്ങളിൽ നിന്ന് ഇത് നീ മറച്ചു വെച്ചത്? അത് കേട്ടതും അത് പിന്നെ മുത്തശ്ശ, നിങ്ങളോട് പറഞ്ഞാൽ വിഷമിക്കുമെന്ന് കരുതിയിട്ടാ. പിന്നെ ഇവിടെ പലരെയും അറിയാമല്ലോ. നയന ചെയ്ത ത്യാഗം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നയനയെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മുത്തശ്ശ പറയാത്തത്. അത് കേട്ടതും ഇനി ആരും നയനമോളെ വേദനിപ്പിക്കില്ല. ഇതിന് വേണ്ടുന്ന പാരിതോഷികം നയനയ്ക്ക് കൊടുക്കണം. അത് കേട്ടതും അവളൊന്നും മേടിക്കില്ല മുത്തശ്ശ. സാരമില്ല മോൻ ചെല്ല്, ഞാൻ സംസാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശിനോട് പോയിക്കോളാൻ പറയാം. അങ്ങനെ ആദർശ് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയുടെ അടുത്തേക്ക് ആദർശ് പോയത്. ആ ആദർശേട്ടാ, എന്തായാലും എനിക്ക് പാരിതോഷികമൊന്നും വേണ്ട. ഞാൻ കരൾ ദാനം ചെയ്തതിന് വേണ്ടി ആദർശേട്ടൻ എന്നെ ഇങ്ങനെ വേറെ ആളായിട്ട് കാണരുത്. പിന്നെ ഇപ്പം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനും ഒക്കെ ഈ വീട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേർക്ക് മേടിച്ചു കൊടുക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യമാണ്. ഇനി അതിനേക്കാളും മുകളിൽ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾക്കതെല്ലാം തന്ന് ഞങ്ങളെ തള്ളിക്കളയരുത്, ഒരന്യരാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയൻ ഇങ്ങനെ കിടക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.